ഹായ് ഓൾ വെൽക്കം ബാക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം ടി വി സീരീസിൽ തന്നെ വലിയ ഫാൻ ബേസ് ഉള്ള രണ്ട് സീരീസ് ആണ് ബ്രേക്കിംഗ് ബാഡും ഗെയിം ഓഫ് ത്രോൺസും. സോ ഇവർ തമ്മിൽ എപ്പോഴും ഫാൻ ഫൈറ്റ് ഒക്കെ നടക്കാറുണ്ട്, ആരാണ് ബെറ്റർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചുകൊണ്ട്. സോ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രേക്കിംഗ് ബാഡ് എന്ന് പറഞ്ഞ സീരീസ് 10-12 വർഷമായിട്ട് ഹോൾഡ് ചെയ്തിരുന്ന റെക്കോർഡുണ്ട്. അതായത് IMDbയിൽ ഒരു പെർഫെക്റ്റ് എപ്പിസോഡ് 10/10 റേറ്റിംഗ് ഉള്ള ഒരു എപ്പിസോഡ് ഈ ബ്രേക്കിംഗ് ബാഡിന് മാത്രമേ ഉള്ളായിരുന്നു അവകാശപ്പെടാൻ. അതായത് ബ്രേക്കിംഗ് ബാഡിന്റെ സീസൺ 5 എപ്പിസോഡ് 14 ഒസിമാൻഡേസ് എന്നാണ് ഈ ഒരു എപ്പിസോഡിന്റെ പേര്. ഈ ഒരു എപ്പിസോഡിന് മാത്രമുള്ള ഒരു റെയർ അച്ചീവ്മെന്റ് ആയിരുന്നു ഇത്. വേറെ ഒരു ടി വി സീരീസിന് ഇത്തരത്തിലൊരു അച്ചീവ്മെന്റ് ഇല്ല. IMDbയിൽ 10/10 റേറ്റിംഗ് 10-12 വർഷമായിട്ട് ബ്രേക്കിംഗ് ബാഡ് നിലനിർത്തിക്കൊണ്ട് വന്ന ഒരു റെക്കോർഡായിരുന്നു ഇത്. സോ ഇന്നലെ കൊണ്ട് ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഈ ഒരു റെക്കോർഡ് ഇപ്പൊ 10/10 എന്നുള്ള റേറ്റിംഗ് നേരെ കുറഞ്ഞ് 9.9 എത്തിയിട്ടുണ്ട്. സോ ഇതിന് കാരണം വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഈ ഗെയിം ഓഫ് ത്രോൺസിന്റെ ഏറ്റവും പുതിയ സീരീസ് ആയിട്ടുള്ള, അതായത് പ്രീക്വൽ സീരീസ് ആയിട്ടുള്ള എ നൈറ്റ് ഓഫ് ദി 7 കിങ്ഡംസ്, അതിന്റെ 5th എപ്പിസോഡ് റിലീസായി, ഇൻ ദ നെയിം ഓഫ് മദർ. ഇത് കിഡിലൻ എപ്പിസോഡായിരുന്നു. അതായത് കണ്ടു കഴിഞ്ഞപ്പോൾ ഫാൻസും നോർമൽ ഓഡിയൻസും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതിന് IMDbയിൽ ഇനിഷ്യൽ സ്റ്റേജിൽ 10/10 റേറ്റിംഗ് വരികയുണ്ടായി. സോ ആ ഒരു ടൈമിൽ ഇത് ഇഷ്ടപ്പെടാത്ത കുറച്ച് ബ്രേക്കിംഗ് ബാഡ് ഫാൻസുകാർ ഇതിനെ അങ്ങ് റിവ്യൂ ബോംബ് ചെയ്തു. അതായത് ഇതിന്റെ റേറ്റിംഗ് 1 സ്റ്റാർ ഒക്കെ കൊടുക്കാൻ തുടങ്ങി. ഇത് കാണാതെ തന്നെ അങ്ങ് റേറ്റിംഗ് ഇടാൻ തുടങ്ങി. അങ്ങനെ അത് നേരെ കുറച്ച് 9.87 ആ ഒരു നമ്പറിലേക്കൊക്കെ എത്തിച്ചു. സോ ഇത് അറിഞ്ഞ ഈ ഒരു ഗെയിം ഓഫ് ത്രോൺസിന്റെ ഫാൻസുകാർ അവരും വിട്ടുകൊടുത്തില്ല. അവർ നേരെ പോയിട്ട് IMDbയിൽ പോയിട്ട് ഈ ഒരു ബ്രേക്കിംഗ് ബാഡിന്റെ ഈ ഒരു പർട്ടിക്കുലർ എപ്പിസോഡിനെ അങ്ങ് ടാർഗറ്റ് ചെയ്ത് അതിനെ അങ്ങ് റിവ്യൂ ബോംബ് ചെയ്ത് അതിന്റെ റേറ്റിംഗ് നേരെ കുറച്ച് 9.9 സോ ഇപ്പം ഗെയിം ഓഫ് ത്രോൺസിന് 9.8 അതായത് ഈ ഒരു പർട്ടിക്കുലർ ലേറ്റസ്റ്റ് എപ്പിസോഡിന് 9.8 റേറ്റിംഗ് ഉണ്ട്. അതുപോലെ ബ്രേക്കിംഗ് ബാഡിന് 9.9 ഉണ്ട്. സോ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിംഗ് ബാഡിന്റെ ഫാൻസ് വടി കൊടുത്ത് അടിമേടിച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ ആ ഒരു പർട്ടിക്കുലർ പുതിയ എപ്പിസോഡിന് ഒരു 10/10 റേറ്റിംഗ് കിട്ടിയെങ്കിൽ അത് ആ സൈഡിൽ കൂടെ പോയാൽ ഇവരെ അതിലെ പോയി വെറുതെ ട്രിഗർ ചെയ്ത് ഇങ്ങനെ പ്രശ്നമാക്കിയത്. സോ പിന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മാത്രമല്ല പലർക്കും ഉള്ളൊരു അഭിപ്രായമായിരിക്കും, ഇത്തരത്തിൽ ഇപ്പൊ TV സീരീസിനും മൂവീസിനും ഒക്കെ ഇങ്ങനെ റേറ്റിംഗ് ഒരു ഫാൻ ഫൈറ്റ് ഒക്കെ നടത്തി അങ്ങനെ റേറ്റിംഗ് ഒക്കെ കുറയ്ക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഇത് നമ്മുടെ കേരളത്തിലെങ്ങാനും ഒരു സിനിമയ്ക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുമെങ്കിൽ ഇവിടുത്തെ ന്യൂസ് ചാനലുകാർ ഫുള്ള് ഇതങ്ങ് ഏറ്റെടുക്കും. എന്നിട്ട് രാത്രിയിലത്തെ ഈവനിങ് ടൈംസിൽ ഒരു ഡിബേറ്റ് സെഷനും വയ്ക്കും, ഇതിനെക്കുറിച്ച് കുറെ ആൾക്കാരെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കും, അതങ്ങ് വലിയ ആഘോഷമാക്കും. പക്ഷെ വെളിയിലൊക്കെ ആയതുകൊണ്ട് ഇത് അങ്ങനെയൊന്നും വന്നിട്ടില്ല. കാരണം ഇന്റർനെറ്റിൽ ഇത്തരത്തിലുള്ള ഈ ഒരു ഇതൊക്കെ ഫാൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. അവർ അതിൻ്റെതായിട്ടുള്ള ഒരു സ്പിരിറ്റിൽ അത് എടുക്കത്തുള്ളൂ. സോ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് നിങ്ങളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. കൂടാതെ ഇത്തരം വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.